ഞാനിപ്പോ ഓർത്തുള്ളൂ. നീ അങ്ങ് മാറിയടി വെച്ചേ. പുതിയ മരുമോൾ എന്തിയേ? ഓ, ആ സാധനത്തിനെ കാണാൻ വന്നാണോ? ആന്റി, മോളെ. ആന്റി അവളെ കാണാൻ വന്നാണാ? അവളതേ കുറച്ചു മുന്നേ എഴുന്നേറ്റിട്ടേ രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും കൂടെ ഒന്നിച്ച് നിന്നിട്ടേ പിന്നെ പോയി കിടന്ന് ഉറങ്ങി തോന്നണ്. അതെന്നാ നീ അങ്ങനെ ഒരറക്കം? ദേ വന്നല്ല. മോള് വന്നാ? മോളുടെ കാര്യം ഞാൻ ഇപ്പൊ ആന്റി അടുത്ത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഇങ്ങോട്ട് വാങ്ങിട്. ഹായ് ആന്റി. അയ്യോ, ഇതെന്നാ മോളെ കഴുത്തേലും കഥയിലും ഒന്നും ഇല്ലാത്തേ? ആന്റി, മോൾ അവിടെ വലിയ മോഡലൊക്കെ ആയിരുന്നില്ലേ? അപ്പൊ ഈ വളയും മാലയും കമ്മലും ഒന്നും ഇടൂലെന്നേ. ഫാഷനല്ലേ, ഫാഷൻ. ഓ, ഞാൻ വീട്ടിലെടുക്കുമ്പോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആന്റി നടക്കാറ്. എന്തിനാ ചുമ്മാ ഓരോന്നൊക്കെ വലിച്ചു കയറിയിട്ടിട്ട്. അല്ല കൊച്ചേ, ഹണിമൂൺ ഒന്നും പോകുന്നില്ലേ? രാഹുലിന് ലീവ് ഉണ്ടായിരുന്നില്ല ആന്റി, പക്ഷെ ഇപ്പൊ അപ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവനെ പേരൊക്കെയാന്ന് വിളിക്കുന്നേ? ഓ ആന്റി, മോൾ അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാഷനേ. അതിനിപ്പോ എന്താ, ഞാൻ പണ്ടേ പേര് തന്നെ വിളിക്കാറ്. അല്ല മോളെ, എങ്ങോട്ടാ ടൂറ്? ലീവ് അധികം ഇല്ലാത്തോണ്ട് മൂന്നാറാ പ്ലാൻ ചെയ്തേ. മൂന്നാറാ? ആന്റി, ഞാൻ ഇന്നലെ കൂടെ വിചാരിച്ചുള്ളൂ മൂന്നാറൊക്കെ പോണോന്നേ. ചേട്ടത്തി, ഇത് ഹണിമൂൺ അല്ലേ, നമുക്ക് എന്തായാലും ഒരു ഫാമിലി ട്രിപ്പ് വൈകാതെ തന്നെ പോവാം. അല്ലെങ്കിൽ ഞാനൊന്നുമില്ല ഇപ്പൊ മൂന്നാറ്. ഈ തണുപ്പത്തൊക്കെ ആരെങ്കിലും മൂന്നാറ് പോവാ ആന്റി? മോള് പോയിക്കോട്ടാ. ആഹാ, അപ്പൊ എല്ലാവരും ചൂടത്തായിരിക്കല്ലേ മൂന്നാറ് പോലെ. മോളെന്നാലേ നാളെ തന്നെ അമ്മേനോട് പറഞ്ഞു വെച്ചോ. അപ്പൊ അടുത്ത ആഴ്ച വല്ല പോവാല്ല. ചേട്ടത്തി, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, ഞങ്ങള് നാളെ പോവാ. ലീവ് പെട്ടെന്നല്ലേ കിട്ടിയത്, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ആഹാ, നാളെ പോണേണപ്പാ. അമ്മേനോടാണ് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇല്ല, അമ്മ ഇപ്പൊ വരുമ്പോ പറയാലോ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ആന്റി, എവിടെയെങ്കിലും പോണോങ്കിലേ ഒരാഴ്ച 2 ആഴ്ച മുമ്പൊക്കെ പറഞ്ഞു വെക്കുന്നേ. നമ്മളൊക്കെ ഭയങ്കര ചിട്ടയിലൊക്കെ വളർന്നല്ലേ, അതിന്റെ. ഇപ്പോഴൊക്കെ എല്ലാരും പെട്ടിയും തൂക്കി ഇറങ്ങുമ്പോഴല്ലേ വീട്ടിലൊക്കെ പറയണ. മോള് പോയിക്കോട്ടാ. അല്ല, മോളപ്പ എങ്ങനെ പോണേ? ഞങ്ങൾ ഇവിടത്തെ കാറിന് പോവും. ഇവിടത്തെ കാറിനാണല്ലേ? അത് നന്നായി. ഞാനേ അന്ന് അങ്ങോട്ട് ചെല്ലട്ടേട്ടാ ആന്റി. ഒറ്റക്കല്ല പണി ചെയ്യണ കൊണ്ടേ ഒന്നും കഴിഞ്ഞിട്ടില്ല. മോള് സംസാരിക്ക്. അവക്ക് ഇതെന്നാ പറ്റി? മൂന്നാറെങ്കിൽ മൂന്നാർ. മോള് പോയിച്ചും വാ. ഞാനേ ആ റേഷൻ കടയിൽ പോണ വഴി ഒന്ന് ഏറിയതാ. മോള് പോയിട്ടും വരുമ്പോ കാണാം. ശരി ആന്റി, പോയി വന്നിട്ട് കാണാം. അവളുടെ ഒരു മൂന്നാർ. അല്ല, ചേച്ചി ഇതെങ്ങോട്ടാ? മോള് നാളെ പോണേല്ലേ, അപ്പളേ ചേച്ചി ആ കാറൊക്കെ ഒന്ന് കഴുകിട്ടേക്കാം. ചേച്ചി കഴുകിയാൽ മാത്രം മതി കേട്ടോ. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, വലിയ പൊടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി എന്ന് പറയായിരുന്നേ. അങ്ങനെ. ശരി മോളെ. ഇവരിന് കുളിപ്പിച്ച് കൊച്ചില്ലോണ്ട് നോക്കോ. രാഹുലേ, 2 ടയറും പഞ്ചറ. ഇനിയിപ്പോ യൂബർ തന്നെ ബുക്ക് ചെയ്യാം. ആഹാ, നിങ്ങൾ വെളുപ്പിന് തന്നെ പോകാനിറങ്ങിയാ? എന്താണ് ഒരു കൺഫ്യൂഷൻ? ഇല്ല ചേട്ടത്തി, ടയറേ പഞ്ചറ. ഞങ്ങൾ അതുകൊണ്ട് യൂബർ ബുക്ക് ചെയ്യാം. ഷോ, ഇനിയിപ്പോ മൂന്നാറ് വരെ യൂബറിന് പോവോ? ഏയ് വേണ്ട, റെയിൽവേ സ്റ്റേഷൻ വരെ പോയാൽ മതി. മൂന്നാറിലേക്ക് ഇപ്പൊ ട്രെയിനും ഇറങ്ങിയ പണ്ടാരം. ചേട്ടത്തിനോടെ പറയാൻ വിട്ടുപോയി. രാഹുലിനെ 1 വീക്കിലത്തേക്ക് ലീവ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ട്രിപ്പ് മാറ്റി ഗോവയ്ക്കാക്കി. ഗോവയ്ക്ക? നല്ല പറ്റിയ സ്ഥലം. ഗോവയ്ക്ക് അങ്ങനെ കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ പോവോ? അല്ല, മോള് പോയിക്കോട്ടാ. നിങ്ങള് പിന്നെ കുടുംബത്തിന്റെ നിറകൂടം അല്ലേ. നിങ്ങളുടെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. ശരിയെന്നാ, പോയിട്ട് വരട്ടെ കേട്ടോ.